ആയിട്ട് രാവിലെ മഴയൊന്നുമില്ല കേട്ടോ. നമുക്ക് തന്നെ സുഖമായിട്ട് നമുക്ക് അമ്പലത്തിലൊക്കെ പോകാൻ പറ്റി. ഇപ്പോൾ ഞങ്ങൾ 2 അമ്പലത്തിലൊക്കെ രാവിലെ പോയി വന്നു കഴിഞ്ഞിട്ട് രാമായണമൊക്കെ വായനയും അത് കഴിഞ്ഞിട്ട് ഞാൻ അത് അടുക്കളയിൽ കയറിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ രാവിലെ ഇട്ടുണ്ടായി, ഒരു അമ്പലത്തിൽ പോണ വീഡിയോ. അപ്പോൾ ഇത് രാവിലെ പിള്ളേർ ഒത്തിരി വൈകി ഇന്ന് എണീക്കുള്ളൂ. എല്ലാ ദിവസവും അവർ നേരത്തെ എണീക്കണമല്ലേ. അപ്പോൾ ഇന്നൊരു 8 മണിയൊക്കെ ആവും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ പിടിയപ്പമൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ പൊടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. പൊടിയൊക്കെ നനച്ചുകൊണ്ടിരുന്നപ്പോൾ അത് 5 കഴിഞ്ഞിട്ട് വന്നു. അതിൻ്റെ കുറേ ചേച്ചിയും വന്നുകൊണ്ട് ഇപ്പോൾ മണിയെട്ടൊക്കെ കഴിഞ്ഞ് ഇനി പിടിയപ്പം ഉണ്ടാക്കണം, ഇനി മുട്ട കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള സവാളയൊക്കെ എടുക്കലും മുട്ട പുഴുങ്ങാനൊക്കെ വെക്കാൻ പോകണം. 5 ആണ് അതിൻ്റെ പ്രിപ്പറേഷൻ. 2 പേരും കൂടെ കേട്ടോ, കറി ഉണ്ടാക്കി 2 പേരും കൂടെയാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം 5 എണ്ണ പറ്റി കൊടുക്കും. ഇവിടെയുള്ള ദിവസമൊക്കെ എണ്ണ പറ്റി കൊടുക്കുന്ന പതിവുണ്ട് കേട്ടോ, സൺഡേ. അപ്പോൾ അത് താളിയൊക്കെ ഇട്ട് തേക്കും, അതെല്ലാം ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഇട്ടിട്ട് ഓടിപ്പോയി കുളിച്ചിട്ട് വന്നു. അപ്പോൾ ഒരു വൈക്കത്ത് പോകാൻ പോകണേന്, അത്യാവശ്യം നിന്ന് വൈക്കം വരെയും പോകണം അവർക്ക്. അപ്പോൾ അതിന് പോകാൻ പോകണം. അപ്പോൾ ഇന്നലെ ഒരു ഗുരുവായൂർക്ക് പോയിച്ചായിരുന്നു. അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ എന്താ മേളിലോട്ട് പോകണമായിരുന്നു. മേളിൽ പോയി കുറച്ച് മത്തയുടെ കൂമ്പൊക്കെ എടുത്തിട്ടുണ്ട്, ഒരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടി. അതിന് കാരണം നമ്മൾ വെണ്ടക്ക നന്നായിട്ട് പിടിച്ച് തരുന്നുണ്ട് കേട്ടോ. 2-3 തൈയുണ്ട്. ഒരെണ്ണത്തിൽ നന്നായിട്ട് വെണ്ടക്കയൊക്കെ ഉണ്ട്. മത്തങ്ങയുടെ കൂമ്പൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഒത്തിരി മത്തങ്ങയുണ്ട്, പക്ഷേ മത്തങ്ങ പിടിക്കണമെന്നില്ല ഇവിടെ. എന്നാലും എന്താ അതൊക്കെ എടുത്തുകൊണ്ട് വന്നു. അതൊക്കെ അരിഞ്ഞൊക്കെ വെച്ചത് കറി ഉണ്ടാക്കാൻ വേണ്ടി. ചിക്കൻ കൊണ്ടാട്ടമുണ്ട്, കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അത് വെച്ച് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കൂന്തൽ ഫ്രൈ ഉണ്ട്. പിന്നെ നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് ഉള്ളിയും പച്ചമുളകും തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടത്. അതൊക്കെ അങ്ങനെ 3-4 സൈസ് കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്ക് നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടി പിന്നെ ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കിയായിരുന്നു ഇന്നലെ, അതിൻ്റെ വീഡിയോ ഇടണതിന് എനിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്ന് ഉച്ച വരെയുള്ള വിശേഷങ്ങൾ.